ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഉണ്ണി കരുണയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നതൊന്നും ദുർഗയ്ക്ക് ഒട്ടും സഹിക്കുന്നില്ല. നിന്റെ മുത്തശ്ശിയെ പോലെ ഈ സമയത്ത് നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ വെച്ചുണ്ടാക്കി തരാൻ എന്നെ കിട്ടില്ല എന്നും എല്ലാവരും കഴിക്കുന്നത് കഴിച്ച് അടങ്ങി ഒതുങ്ങി ജീവിക്കണമെന്നും നിന്നെ വിളിച്ചുകൊണ്ടുവന്ന എൻ്റെ മോനോട് പോലും എനിക്കിപ്പോൾ വെറുപ്പാണെന്ന് ദുർഗ തുറന്നടിക്കുന്നു. പിന്നീട് കണ്ണൻ മഹിയെയും കുഞ്ഞിനെയും കാണാനായിട്ട് ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട്. കരുണയെ ഉണ്ണി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു എന്ന് കണ്ണൻ പറയുമ്പോൾ അവളെ ഇറക്കി വിടായിരുന്നില്ലേ മോനെ എന്ന് മോഹിനി ചോദിക്കുന്നതും അവളുടെ വയറ്റിൽ ഒരു കുഞ്ഞുള്ളത് കൊണ്ടാണ് ഞാൻ കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കാതിരുന്നതെന്ന് പറയുമ്പോൾ അമ്മയും ഇവിടെ വന്ന് കുറേ കരഞ്ഞു എന്ന് പറയുമ്പോൾ അതൊന്നും നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റില്ല മഹി. ഇനി സഹിച്ച് ജീവിക്കാനും നമുക്ക് കഴിയില്ല. മേഘനും അവൻ്റെ കുടുംബത്തിനും ഇനി ഒരു സഹായവും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. ഉണ്ണിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും നമുക്കെതിരായിട്ടുണ്ടായാൽ അവൻ്റെയും എല്ലാ ആനുകൂല്യങ്ങളും വെട്ടിമാറ്റുമെന്നും കണ്ണൻ പറയുന്നുണ്ട്. എന്തായാലും സ്വന്തം ആങ്ങളെ തന്നെ സ്വന്തം കുഞ്ഞുങ്ങളുടെ അച്ഛനെ ഇല്ലാതാക്കിയെന്ന് പറയുമ്പോൾ ഒരിക്കലും അതൊരമ്മയ്ക്കും സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ദുർഗയുടെയും മാറ്റം വിശ്വസിക്കാൻ കഴിയും എന്ന് തന്നെയാണ് കേട്ടോ മോഹിനി പറയുന്നത്. പിന്നീട് മുത്തശ്ശി പ്രതാപനെ ചെന്ന് കണ്ട് കരുണമോളെ ഉണ്ണി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ അത് കേട്ട് പ്രതാപന് ആശ്വാസമാകുന്നുണ്ടെങ്കിലും തുടർന്ന് എൻ്റെ വീടും പറമ്പും ആഭരണങ്ങളും എല്ലാം അവന് കൊടുത്തു. അതുകൊണ്ടാണ് അവൻ കരുണമോളെ കൂട്ടിക്കൊണ്ട് പോയത് എന്ന് മുത്തശ്ശി പറയുന്നത് കേട്ട് ഞെട്ടി വിറച്ചു പോവാണ് പ്രതാപൻ. അമ്മ എന്തിനാ അങ്ങനെ ചെയ്തത്? അതിനു മുൻപ് അമ്മയ്ക്ക് എന്നോടൊരു വാക്ക് ചോദിക്കാമായിരുന്നില്ലെന്ന് പ്രതാപൻ പറയുമ്പോൾ മോൾ ഈ സമയത്ത് ഉണ്ണിയോടൊപ്പം തന്നെ ജീവിക്കണം. കണ്ണൻ നടന്നു തുടങ്ങിയ കാര്യം ഇതുവരെ കരുണമോൾ അറിഞ്ഞിട്ടില്ല. മാത്രമല്ല ലക്ഷ്മിക്കൊരു കുഞ്ഞ് ജനിക്കുകയും ചെയ്തു. അവൾ കുടുംബവും ഒത്ത് സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ കെട്ടുതാലിയും കളഞ്ഞ് നമ്മുടെ കുഞ്ഞ് വീട്ടിൽ വന്ന് നിൽക്കണമെന്നാണോ നീ പറയുന്നത്? തുടർന്ന് ദുർഗയുടെ മാറ്റത്തെക്കുറിച്ചും മുത്തശ്ശി പ്രതാപനോട് പറയുന്നുണ്ട്. എന്തൊക്കെയായാലും ഇത് വേണ്ടായിരുന്നു അമ്മേ, എല്ലാത്തിനും കാരണം ആ വാമദേവനാണെന്നെല്ലാം അമർഷത്തിൽ പറയുന്നുണ്ട് കേട്ടോ പ്രതാപൻ. ശേഷം പ്രതാപനാണെങ്കിൽ വാമനെ ജയിലിലിട്ട് കണക്കിന് കൊടുക്കുന്നുണ്ട്. നീ ഒറ്റൊരുത്തനാണ് എല്ലാത്തിനും കാരണം, ഉണ്ണിയെല്ലാം അടിച്ചെടുത്തു എന്നെല്ലാം പ്രതാപൻ പറയുമ്പോൾ എന്തൊക്കെയായാലും നിൻ്റെ മരുമകൻ തന്നെയല്ലേ എന്ന് വാമദേവൻ പറയുമ്പോൾ അവൻ ലോക പിശുക്കനാണെന്നും ഇപ്പോഴും കണ്ണൻ്റെ ചിലവിലാണ് ആ കുടുംബം കഴിയുന്നത്. ഇനി കണ്ണൻ നഷ്ടപരിഹാരം കൂടി ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ കുടുംബ സ്വത്തും കൂടിയും എനിക്ക് നഷ്ടപ്പെടും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പ്രതാപം വിഷമിക്കുമ്പോൾ ഇനിയിപ്പോൾ അതൊന്നും ഓർത്തിട്ട് കാര്യമില്ല പ്രതാപം, വരുന്നതൊക്കെ അനുഭവിക്കുകയേ നിവൃത്തിയുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ വാമദേവൻ. പിന്നീട് അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുന്ന ദുർഗയുടെ അടുത്ത് വന്നിട്ട് കരുണ എന്തെങ്കിലും സഹായിക്കണമെന്ന് ചോദിക്കുമ്പോൾ നിന്നോടൊപ്പം എല്ലാത്തിനും ഉറച്ചു നിന്നവളാണ് ഞാൻ, ഇനി എനിക്കതിന് പറ്റില്ല. നീ ഉണ്ടാക്കുന്ന ആഹാരം വിശ്വസിച്ച് കഴിക്കാനും കഴിയില്ല. ഇനി എൻ്റെ മൂത്ത മോളെ സ്നേഹിക്കുന്ന നിൻ്റെ അമ്മായിയമ്മയായിരിക്കും നീ കാണാൻ പോകുന്നത് എന്നെല്ലാം ദുർഗ വെട്ടി തുറന്ന് പറയുന്നുണ്ട് കേട്ടോ കരുണയോട്. അങ്ങനെ ദുർഗ കണ്ണന് ആഹാരം എല്ലാം സ്നേഹത്തോടെ വിളമ്പി കൊടുക്കുന്നു. അതിനു മുൻപ് നിനക്കിതൊന്നും വിശ്വാസം ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം, ഞാനെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് കാണിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാത്തിൽ നിന്നും കുറേശ്ശെ എടുത്ത് കഴിച്ചതിന് ശേഷം അതിൽ വിഷമൊന്നും ചേർത്തിട്ടില്ല എന്ന് കണ്ണന് മുന്നിൽ തെളിയിക്കുന്നു. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിൻ്റെ പഴയ അമ്മ തന്നെയാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ദുർഗ ഇമോഷണൽ ആകുന്നുണ്ട്. അപ്പോൾ കണ്ണനും പറയുന്നുണ്ട് എൻ്റെ അമ്മ മരിച്ചതിന് ശേഷം എനിക്ക് ആ ഒരു നഷ്ടം ഫീൽ ചെയ്യാതിരുന്നത് അമ്മ എന്നെ അതുപോലെ കാര്യമായിട്ട് നോക്കിയത് കൊണ്ട് തന്നെയായിരുന്നു എന്ന് കണ്ണനും പറയുന്നുണ്ട് കേട്ടോ. ഇനി അതൊന്നും ഓർക്കണ്ട മോനെ എന്ന് പറഞ്ഞുകൊണ്ട് ദുർഗ കണ്ണന് ഫുഡ് വിളമ്പി കൊടുക്കുന്നു. അപ്പോൾ കരുണയ്ക്കാണെങ്കിൽ ദുർഗ തന്നെ തള്ളിക്കളഞ്ഞ് കണ്ണനെ ഇങ്ങനെ സ്നേഹിക്കുന്നതൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ കരുണയെ കാണുന്ന ദുർഗയാണെങ്കിൽ നീ എന്തിനാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്? നിന്നെ കണ്ടു കഴിഞ്ഞാൽ വിശ്വേട്ടൻ്റെ ജീവനറ്റ ശരീരമാണ് എനിക്ക് ഓർമ്മ വരുന്നതെന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛൻ ചെയ്ത തെറ്റിന് നിങ്ങളോട് എല്ലാവരോടും മാപ്പ് ചോദിക്കാൻ മാത്രമേ എനിക്ക് കഴിയൂ എന്ന് പറഞ്ഞുകൊണ്ട് കരുണ വീണ്ടും കരഞ്ഞുകൊണ്ട് അവരുടെ മുന്നിൽ അഭിനയിച്ച് തകർക്കുന്നു. ശേഷം ദുർഗയോടും കൂടെ ഇരുന്ന് ആഹാരം കഴിക്കാനായിട്ട് കണ്ണൻ നിർബന്ധിക്കുന്നുണ്ട്. തുടർന്ന് പഴയ കാര്യങ്ങളെല്ലാം പറയുന്നു. അമ്മ ആഹാരം ഊട്ടി തന്നതിനെക്കുറിച്ചും അന്ന് സ്വന്തം അമ്മയെക്കുറിച്ച് ഓർക്കാൻ പോലും അമ്മ എനിക്ക് അവസരം തന്നിട്ടില്ല. ഉണ്ണിയെപ്പോലെയും മഞ്ജുവിനെ പോലെയും ഒക്കെ അമ്മ എന്നെ സ്നേഹിച്ചു. അങ്ങനെ ഒരു അമ്മയെ തിരിച്ചു കിട്ടണമേ എന്നെല്ലാം ഞാൻ എന്നും പ്രാർത്ഥിക്കാറുണ്ടെന്നെല്ലാം പറഞ്ഞുകൊണ്ട് കണ്ണൻ ഇമോഷണൽ ആകുമ്പോൾ ഇപ്പോൾ നിൻ്റെ മുന്നിലിരിക്കുന്ന ഈ അമ്മ മോൻ്റെ പഴയ അമ്മ തന്നെയാണ്. ഇനി ഒരിക്കലും ആ പഴയ ദുർഗയാകാൻ എനിക്ക് പറ്റില്ല മോനെ. വാമദേവനാണ് എൻ്റെ മനസ്സ് മാറ്റിയത്. വിശ്വേട്ടൻ എൻ്റെ പേരിൽ ഒന്നും എഴുതി വയ്ക്കാതിരുന്നതിൻ്റെ ഒരു ദേഷ്യവും എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് സ്വത്തിനോടും പണത്തിനോടൊന്നും ഒരു ആർത്തിയും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ദുർഗ കണ്ണന് മുന്നിലിരുന്ന് പൊട്ടിക്കരയുന്നുണ്ട്. പിന്നീട് ദുർഗയുടെ മാറ്റത്തെക്കുറിച്ചും അമ്മ കരുണമോൾക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് കമലേശ്വരത്തേക്ക് പോയ സമയത്ത് അമ്മയെ ദുർഗ തല്ലിയില്ല എന്നേ ഉള്ളൂ.
കണ്ണൻ്റെ പക്ഷത്ത് ഇപ്പോൾ ആൾബലം കൂടുകയാണെന്നും നമുക്കാണെങ്കിൽ നാൾക്ക് നാൾ തകർച്ചയും, ശത്രുക്കൾ ശക്തരായി കഴിഞ്ഞിരിക്കുകയാണ്. ഈ കേസിൽ നിന്നും ഇനി നഷ്ടപരിഹാരം കൊടുക്കാതെ എങ്ങനെ രക്ഷപ്പെടാൻ പറ്റുമോ എന്നാണ് നോക്കുന്നതെന്നെല്ലാം പ്രതാപൻ പറയുമ്പോൾ ഇനി കരുണ വിചാരിച്ചാൽ മാത്രമേ അതിന് കഴിയൂ എന്നും അവളായിട്ട് ഉണ്ടാക്കിയെടുത്ത ഈ കുരുക്ക് അവൾ തന്നെ അഴിച്ചെടുക്കണമെന്നും വാമൻ പറയുന്നുണ്ട് കേട്ടോ പ്രതാപനോട്. പിന്നീട് കരുണയാണെങ്കിൽ ഉണ്ണിയുടെ അടുത്ത് നിന്ന് നയത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു. അച്ഛൻ ഇപ്പോൾ തന്നെ ആകെ തകർന്നു പോയി എന്നും ഇനി കണ്ണീർ നഷ്ടപരിഹാരം കൂടി ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛൻ്റെ എല്ലാം നഷ്ടപ്പെടും, അതുകൊണ്ട് അച്ഛനെ ഒന്ന് ഒഴിവാക്കിക്കൂടെ എന്നെല്ലാം കരുണ അപേക്ഷിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു കാര്യത്തിൽ ഞാൻ കണ്ണേട്ടൻ്റെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാകുമെന്നും നിൻ്റെ അച്ഛൻ തകർത്തത് എൻ്റെ കൂടി ജീവിതമാണ്, അച്ഛൻ ജീവിച്ചിരുന്നെങ്കിൽ ഇന്നിങ്ങനെ ഒന്നുമില്ലാത്തവനെ പോലെ ജീവിക്കേണ്ട ഒരവസ്ഥ എനിക്ക് ഉണ്ടാകുമായിരുന്നില്ല, അതുകൊണ്ട് തന്നെ നിൻ്റെ അച്ഛൻ കോടതിയിൽ നഷ്ടപരിഹാരം കൊടുക്കുമ്പോൾ അതിൽ നിന്ന് ഒരു വിഹിതം എനിക്കും കിട്ടുമെന്നൊക്കെയാണ് ഉണ്ണി കരുണയോട് പറയുന്നത്. ഏതായാലും ഇതറിയുന്ന മുത്തശ്ശിക്ക് വലിയൊരു ഷോക്ക് തന്നെയാവുന്നുണ്ട്. കാരണം തൻ്റെ വീടും പറമ്പും ആഭരണങ്ങളെല്ലാം കൊടുത്തിട്ടാണ് കരുണയെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് ഉണ്ണി തയ്യാറായത്. അതിനുശേഷം പണക്കൊതിയനായിട്ടുള്ള ഉണ്ണി വീണ്ടും നഷ്ടപരിഹാരം കൊടുക്കുന്ന ആ ഒരു കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ഒരു ഒത്തുതീർപ്പിനും ഉണ്ണി തയ്യാറാകുന്നില്ല. അങ്ങനെ മുത്തശ്ശിക്കും പ്രതാപനുമൊക്കെ വമ്പൻ തിരിച്ചടി തന്നെയാണ് വീണ്ടും കിട്ടുന്നത്. ഇതിനിടയിൽ ദുർഗയാണെങ്കിൽ കണ്ണൻ്റെ മുന്നിൽ കരഞ്ഞഭിനയിക്കുന്നതെല്ലാം വെറും അഭിനയമാണോ, ഒരു ചതി നാടകമാണോ എന്നുള്ളൊരു കാര്യം കണ്ണൻ ഉടനെ തന്നെ കണ്ടെത്തും എന്നുള്ള കാര്യം ഉറപ്പാണ്. കണ്ണനെയും മഹാലക്ഷ്മിയും എതിർത്ത് നിന്നുകൊണ്ട് അവരെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുന്ന ദുർഗ അവസരം മുതലെടുത്ത് ഇങ്ങനെ മാറിയതാണോ, അങ്ങനെ ആയിരിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഉടനെ തന്നെ കണ്ണൻ ഈ ഒരു സത്യങ്ങളെല്ലാം അറിയുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം വരാൻ പോകുന്ന എപ്പിസോഡുകൾക്കായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്